ഇന്ന് നടക്കുന്ന മൂന്നാം ഘട്ട ചർച്ചയ്ക്കായാണ് രാജ്യം കാതോർത്തിരിക്കുന്നത്. CJPയും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള മൂന്നാം ഘട്ട ചർച്ച ഇന്ന് ഉച്ചയോടുകൂടി ആരംഭിക്കും. കഴിഞ്ഞ 2 ചർച്ചകളിലും CJP മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യമായ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അംഗീകരിക്കാൻ കേന്ദ്രം തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് കേന്ദ്രം സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാണ്. ഇന്നത്തെ സമവായത്തിൽ തീരുമാനമായില്ലെങ്കിൽ രാജ്യവ്യാപക പ്രതിഷേധം എന്ന ഒറ്റ തീരുമാനത്തിൽ നിൽക്കുകയാണ് CJP. അതിലേക്ക് CJPയെ കടക്കാൻ, ഈ യുവാക്കളെ തെരുവിലിറക്കാൻ കേന്ദ്രം തുനിയുമോ എന്നാണ് കാത്തിരിക്കേണ്ടത്. കാരണം ഡൽഹിയിൽ നിന്നും പടരുന്ന ഈ കാറ്റ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു തീക്കാറ്റിനായി കേന്ദ്രം നിന്നുകൊടുക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന ഒറ്റ ആവശ്യമാണ് ഈ സമരക്കാർക്ക് മുന്നിലുള്ളത്. ആ ആവശ്യം അംഗീകരിക്കേണ്ടി വരുമോ കേന്ദ്രത്തിന്? ഇത്രയും നാൾ സംരക്ഷിച്ചതുപോലെ ധർമ്മേന്ദ്ര പ്രധാനെ തുടർന്നും സംരക്ഷിക്കേണ്ടി വരുമോ എന്ന കാര്യമാണ് രാജ്യം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, കൂടുതൽ ഇടങ്ങളിൽ നിന്നും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കായിട്ടുള്ള സമ്മർദ്ദം കേന്ദ്ര സർക്കാരിന് മുന്നിൽ കൂടി വരികയാണ്. മുൻ ദേശീയ അധ്യക്ഷൻ ഉൾപ്പെടെ RSS ഉൾപ്പെടെ അക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. വിദ്യാർത്ഥികളുമായി സംവദിക്കേണ്ട രീതിയെക്കുറിച്ച് മോഹൻ ഭാഗവത് തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു. ആ ഒരു ഘട്ടത്തിൽ ഏത് തീരുമാനത്തിലേക്കാണ് കേന്ദ്ര സർക്കാർ കടക്കുക എന്നതാണ് രാജ്യം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും നഗരം പോലീസിന്റെ കയ്യിലാണ്. കൂടുതൽ ജനങ്ങളുടെ സ്വാതന്ത്ര്യം പൂർണ്ണമായി ഹനിക്കുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ നടപ്പിലാക്കിയ തീരുമാനങ്ങൾ ഇന്നും തുടരുന്നു. അത്തരത്തിൽ ഈ ഡൽഹി നഗരം പോലീസിന്റെ കയ്യിൽ നിന്നും വിട്ടുകൊടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവുമോ? വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുവോ? തുടങ്ങിയ ഈ ചോദ്യങ്ങൾക്കാണ് ഉത്തരം ലഭിക്കേണ്ടത്. അതിനായി രാജ്യം കാത്തിരിക്കുകയാണ്. ക്യാമറമാൻ സനോജ് കുമാർ ബേപ്പൂരിനോടൊപ്പം ലാൽകുമാർ, മീഡിയ 1, ഡൽഹി.